കേൾക്കുന്നുണ്ടല്ല, കേൾക്കുന്നുണ്ടല്ല. പിന്നെ അൽഫോൻസ, മുണ്ടപ്പൻ, നീലം. ഇന്ന് എല്ലാവരും ഒരു കോമാങ്ങ വേണ്ട, അത് പണ്ടേ ഞങ്ങൾ തിന്നത്, അത് കുറേ തിന്നത്. മുണ്ടപ്പൻ വേണ്ട. അന്നാ ലഡുവ ഒന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ലഡുവ മാങ്ങ 1 കിലോയിലും ഉണ്ടാവും. അത്ര ലഡുവ എന്ന് പറയുന്ന മാംഗോ മാങ്ങ 1 കിലോയിലുണ്ടാവും. 1 കിലോന് തൂങ്ങുമ്പോ വന്നിട്ട് പറയും, ഉമ്മ കുഞ്ഞി പറയുന്നു, മാങ്ങ കുടിച്ചപ്പോ നമുക്ക് കോള തന്നെ. നിങ്ങൾക്ക് കോളാക്കും. നിങ്ങൾക്ക് പാല് കോളാക്കും. കൂട്ട് കയറിയിട്ട് സർക്കസ് പോയിട്ട് വിടുന്നു. പറഞ്ഞില്ല നിങ്ങൾ പുതുവൈകിട്ട് കയറിയിട്ട് മലക്കം മറിയും. ഇതെന്ന് കളരിപ്പായിട്ട് നടത്തും. മാങ്ങ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, പോരടിക്കുന്നുണ്ടല്ലോ. മാങ്ങ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കളരിപ്പായിട്ടാണ് നടക്കല്. ഞാൻ ചോദിക്കുന്നു, കളരിപ്പായിട്ട് ഞാൻ കണ്ടത് എന്റെ പുറത്ത് മക്കൾ പറയുന്നു, പാപ്പ മാങ്ങ നല്ലോണം പിടിച്ചിട്ടുണ്ട്, നല്ല മാങ്ങ തിന്നാല എഴുതൊന്നും വാങ്ങിക്കണ്ടല്ല. വാങ്ങോ നല്ല പാങ്ങിട്ട് തിന്നാൻ പറ്റുമോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്. മാങ്ങ മുറിക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ കളരിപ്പായിട്ട് യുദ്ധം, വാറ് നടക്കുന്നു. ഇപ്പൊ കണ്ട് വാറല്ലേ പറയുന്നു, അങ്ങനെ പറയാ യുദ്ധം നടക്കുന്ന. ഒരു മിനിറ്റ്, ഇനി നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ മാങ്ങ കഴിക്കണം. മാങ്ങ കഴിക്കണം, ഇതൊന്നും ഇല്ലാതെ കഴിക്കാം. ഇത് കുറച്ച് ഇങ്ങനെ ഒന്നും വിചാരിക്കല്ല, വളരെ പ്രശ്നമുണ്ട്. നമ്മൾ കുഞ്ഞിനെല്ലാം മരുന്ന് കൊടുക്കുന്നില്ലേ, 2 മിനിറ്റ് 3 മിനിറ്റ്. ഡോക്ടർ പൽപ്പനാഭൻ പറഞ്ഞു, പൽപ്പനാഭന്റെ മോൻ പറഞ്ഞു 5 മിനിറ്റ്. മോനെ ഇപ്പം നോക്കുന്നു അല്ലേ, 5 മിനിറ്റ് കൊടുത്താൽ 5 മിനിറ്റ് കൊടുത്ത് 1/2 മിനിറ്റ് കൊടുത്ത്. ഇത് മില്ലി തെറ്റിപ്പോകാൻ പാടില്ല, ശ്രദ്ധിക്കണം. 2 മില്ലി MI സിട്ര, 2 മില്ലി MI വീർ, 1/2 മില്ലി മൈ സ്പ്രേ പ്ലസ്. ഈ കുഞ്ഞു മോനൊരു പരിപാടിയുണ്ട്, അതുകൂടി ശ്രദ്ധിച്ചോ. പൂക്കാത്തതിന് പൂപ്പിക്കും, പുഷ്പിക്കാത്തതിന് പുഷ്പിക്കും. കുഞ്ഞുമോൻ ആളുസാറാണ്, പുഷ്പിക്കാതിനെ പുഷ്പിക്കും. MI സിട്ര 2 മില്ലി, MI വീർ 2 മില്ലി, MI സ്പ്രേ പ്ലസ് 1/2 മില്ലി. ടോട്ടൽ എത്ര മില്ലി ടോട്ടലായി? ഇപ്പം 4.5 മില്ലി ആയി. ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഈ 4.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക, മിക്സ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. MI സിട്ര 2 മില്ലി, MI വീർ 2 മില്ലി, MI സ്പ്രേ പ്ലസ് 1/2 മില്ലി. ടോട്ടൽ 4.5 ml മില്ലി 4.5 മില്ലി ടോട്ടൽ 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യും. എങ്ങനെയാണ് അടിക്കുക? മാങ്ങ വന്നിട്ടുള്ള അടിക്കേണ്ടത്, പോക്കാൽ അടിക്കേണ്ടത്, അരപ്പോക്കൽ അടിക്കേണ്ടത്, കുഞ്ഞുമാങ്ങ ലേശം വലുതായിട്ട് നോക്കേണ്ടത്. പൊസിഷൻ ശ്രദ്ധിച്ചോ. അതായത് നമ്മുടെ ഉമ്മാന്റെ വയറ്റിൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്ന ഒരു പീരീഡ് ഇങ്ങനെയല്ലേ വരുന്നത് കുഞ്ഞില്ലേ, ആ പീരീഡ് പോലെ ചെറിയ ഒരു മാങ്ങന്റെ ഒരു ചെറിയൊരു കൊച്ചു മാങ്ങ, ഏറ്റവും മാങ്ങയാ പോകുന്ന പെരള് എന്നല്ലേ നമ്മളോട് പറയുന്നില്ലേ, പെരള് എന്നല്ലേ പറയുന്നത്. ഈ പെരള് ഇത്രയും പേര് പെരള് ഇതിലല്ല, ഇതായിക്കൂടാ പീരീഡാണ്. പീരീഡ് ശ്രദ്ധിക്കണം. ആ സമയത്ത് 2.5 അരി 4.5 ml 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ അടിച്ചാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഒരു കീടവൈദ്യം പിന്നെ അതിന്റെ ഭാഗത്തേക്ക് വരില്ല, ഒന്നും പിന്നെ അതിനെ ആക്രമിക്കൂല, അതിന്റെ ഭാഗത്തേക്ക് വരില്ല. എന്നാൽ ഉള്ളിൽ ആ മാങ്ങ വലുതായതിന് അതിനുള്ളിൽ കടൽ പറ്റുണ്ട, വാറുണ്ട, യുദ്ധമുണ്ട. പിന്നെ ഏത് വെള്ളീച്ച രോഗം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിന് പറഞ്ഞു ഇത് മാങ്ങയുടെ ശേഷം, ഇത് മാങ്ങയുടെ കണ്ണിന് ശേഷം ഇവിടുന്ന് വന്നിട്ട് ഇതിനൊരു ആഗ്രഹം ചെയ്തിട്ട് ഇവിടുത്തേക്ക് അബ്സോർബിങ് ആവും ഒരു വെള്ള കളർ. അതിനാണ് വെള്ളീച്ച രോഗം എന്ന് പറയുന്നത്. ഈ വെള്ളീച്ച രോഗത്തിനെ എന്ന് പറഞ്ഞാൽ, ഈ വെള്ളീച്ച രോഗം വന്നു കഴിഞ്ഞാൽ ഈ മാങ്ങ ഹാർഡായിരിക്കും, കുറച്ചതായിരിക്കും. നിങ്ങൾക്ക് അത് ആ മാങ്ങ പഴുത്തുന്നില്ല വെച്ചോ, കരിപ്പ് പോലില്ല. ആ മാങ്ങ മുറിച്ചെന്ന് വെച്ചോ മറ്റേ മാങ്ങ തിന്നാൻ നേരെ പറ്റില്ല. വെള്ളീച്ച രോഗത്തിന് ചെറുക്കും. പിന്നെ ഒരു പുഴും ആ ഭാഗത്തേക്ക് വരില്ല. ഈ കുഞ്ഞുമോൻ്റെ നേരത്തെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, കുഞ്ഞുമോൻ നല്ല കുഞ്ഞുമോനാണല്ലേ. ഈ കുഞ്ഞുമോൻ്റെ പ്രവർത്തനം എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാം. പുഷ്പിക്കാതിനെ പുഷ്പിക്കും, പൂക്കാതതിനെ പൂപ്പിക്കും. പരാഗണം നടത്താൻ കഴിവിൻ്റെ മോനാണ്. ഈ വ്യക്തിയിൽ കഴിവിൻ്റെ മോനാണ് പരാഗണം നടത്താൻ. ഓക്കെ, എന്തൊരു അല്ല മനസ്സിലായിട്ടില്ല, അത് പറഞ്ഞില്ല.
പിന്നെ കെനി ഇപ്പം അങ്ങനെ അതെല്ലാം പ്രൊട്ടക്ഷൻ ആയി